അഭിലാഷ് ചോദിച്ച ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആ പ്രതികരണമൊക്കെ കേൾപ്പിച്ചു. എടാ പോടാ വിളിയൊക്കെ നമ്മൾ കേൾപ്പിച്ചു. ഇനി വളരെ സ്നേഹത്തോടെ വാര്യർ അല്ലെങ്കിൽ ജ്യോതി എന്ന സ്നേഹത്തോടെ ഇരുവരും പരസ്പരം വിളിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോ ഇവിടെ കോൺഗ്രസിന്റെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. ദിവിഷ, ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ട് സന്ദീപിന്റെ ഗാന്ധിയെ ഒന്ന് ചെറുതായി വെടിവെച്ച് കൊന്ന തുടങ്ങിയ ട്രോളുകൾ ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹം തമാശക്കാണെന്നും പറഞ്ഞത് കേട്ടോ. അതുപോലെയുള്ള ട്രോളുകൾ ജ്യോതികുമാർ ചാമക്കാലയുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ ഞാൻ നേരത്തെ ജ്യോതിയോട് തന്നെ ചോദിച്ചു. ദിവിഷ് ശ്രദ്ധിച്ചല്ലോ, കോൺഗ്രസ് പ്രവർത്തകർക്ക് പണ്ട് വിളിച്ച ചീത്തയോ അല്ലെങ്കിൽ പണ്ട് പറഞ്ഞ വിമർശനങ്ങളോ ഒന്നും പ്രശ്നമല്ല. കോൺഗ്രസ് പ്രവർത്തകർ സന്ദീപിനെ വളരെ താല്പര്യത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പുറത്താണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഈ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ നേരത്തെ ഞാൻ ചെന്നപ്പോൾ അവിടെ നമ്മൾ സന്ദീപിനോട് സംസാരിച്ചിരുന്നു. സന്ദീപ് അവിടെ VD സതീശൻ, K സുധാകരൻ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒപ്പമാണ്. വലിയ തിരക്കാണ്, പ്രവർത്തകരുടെ വലിയ ഇടിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം ഇതിനകത്ത് പുറത്തിറങ്ങും. ഇപ്പോൾ അതിനകത്ത് ചെല്ലുന്ന മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ എന്തായാലും സന്തോഷത്തിലാണ്, ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു SDPI ബന്ധം എന്ന ആരോപണം BJP K സുരേന്ദ്രൻ ഉന്നയിച്ച സാഹചര്യത്തിൽ സന്ദീപിനെ കിട്ടിയതുകൊണ്ട് അതിനെ ഒരു തരത്തിൽ ബാലൻസ് ചെയ്യാമെന്ന് കോൺഗ്രസ് കരുതുന്നു. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ ദിവസം മുതൽ ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതായിരുന്നു. ഞാൻ ഇതുപോലെ ഓർക്കുന്നു, പാലക്കാട് പ്രസ് ക്ലബ്ബിലായിരുന്നു സരിന്റെ വാർത്താ സമ്മേളനം. നാടകീയമായ പുറത്തുവരവ്, തുടർന്ന് CPM-ന്റെ സ്ഥാനാർത്ഥിത്വം. ഇതിപ്പോ സന്ദീപ് വാര്യരുടെ ഊഴമാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ UDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനകത്ത് ഇതിനകത്ത് ഉണ്ട്. അദ്ദേഹം പ്രവർത്തകർ കാത്തു നിൽക്കുന്നു, നേതാക്കൾ ഉണ്ട്. എല്ലാവരും കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ആർക്കും എതിരഭിപ്രായമൊന്നുമില്ല. ദിവിഷ, എല്ലാവരും ഹാപ്പിയാണ്. ശരി, എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് ഏത് ചേരിയാണ് ഹാപ്പി ആക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയപ്പോ അഭിലാഷ് പറഞ്ഞ ആ ഭാഷയിൽ തന്നെ വീർപ്പ് മുട്ടിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. കണ്ണേ കരളേ സന്ദീപേ എന്ന മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകരല്ല, എനിക്ക് തോന്നുന്നു നേതാക്കൾ തന്നെ അദ്ദേഹത്തെ വാരിപ്പുണരാൻ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വേദിയിലുമൊക്കെ നേരത്തെ കണ്ടത്. കൈ കൊടുക്കാൻ ആളുകൾ പിടിച്ചു വലിക്കുകയായിരുന്നു, ഒന്ന് കൈതരൂ സന്ദീപേ എന്ന് പറഞ്ഞപ്പോൾ. അത്രത്തോളം ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ സന്ദീപ് വാര്യരെ ഈ തങ്ങളുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ചേരിയിലേക്ക് സ്വാഗതം ചെയ്ത. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആവേശം അത് വളരെ വലിയ രീതിയിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അഭിലാഷം തുടരാം. അവിടെ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ സന്നദ്ധരാകും. സന്ദീപുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന മറ്റേതെങ്കിലും കോൺഗ്രസ് പോരാളികൾ അവിടെ ഉണ്ടോ? നമുക്ക് ഇത് കോൺഗ്രസിന്റെ പ്രചരണ കമ്മിറ്റി ഓഫീസാണ്. വലിയ തിരക്കാണ്. സന്ദീപ് അല്പസമയത്തിനകം ഇവിടുന്ന് പുറത്തേക്ക് വരും. ഇപ്പോൾ നേതാക്കളുടെ ഒരു വലിയ ബഹളം ഇതിനകത്തുണ്ട്. ഇപ്പോൾ സന്ദീപ് ഇവിടുന്ന് പുറത്തേക്ക് വരികയാണ്. K സുധാകരനും VD സതീശനും അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ വിവിധ നേതാക്കൾ ഈ കമ്മിറ്റിയുടെ ഓഫീസിനകത്തുണ്ട്. ഞാൻ വീണ്ടും ആ ഓഫീസിനകത്തേക്ക്, കമ്മിറ്റി ഓഫീസിനകത്തേക്ക് കയറാം. നേതാക്കളെല്ലാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന നിമിഷം വന്ന ട്വിസ്റ്റിൽ ഹാപ്പിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഇപ്പോൾ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ സന്ദീപ് വാര്യരെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്ന നേതാക്കളുടെ ഒരു നീണ്ട നിര നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ CP അബ്ദുൾ റഷീദ്, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച നേതാവാണ്. ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് വരുമ്പോൾ ഇന്ന് വരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരുമെന്ന ഒരു കാര്യമുണ്ട്. താങ്കൾ നേരത്തെ സന്ദീപ് വന്നപാട് ഒരു മാലയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായും സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും ആവേശവും പകരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹം BJPക്ക് വേണ്ടി ഇത്രയും കാലം സംസാരിച്ചത് അത് അദ്ദേഹത്തിന് ലജ്ജയുണ്ട് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയറായി അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്കുള്ള ഒരു മാറ്റം എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുടങ്ങാൻ കൂടുതൽ ആൾക്കാർ വരും. തീർച്ചയായും ഇതിന് പുറകെ കൂടുതൽ ആളുകൾ വരും. പാലക്കാടിലെ ഭൂരിപക്ഷം, ഏറ്റവും അടുത്ത് എന്തായാലും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പാലക്കാടിലെ ഭൂരിപക്ഷം വലിയൊരു തരത്തിനകത്തേക്ക് ഉയർത്തുവാൻ വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കും. UDF-ന്റെ സ്ഥാനാർത്ഥിയെ കൂടുതൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ച തീർച്ചയായും ഇവിടെ ഉണ്ടാവും. എന്തായാലും ദിവിഷ, വലിയ തിരക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു. വലിയ തിരക്കാണ് ഇവിടെ. കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ ഇടിക്കുകയാണ് എന്ന് പറയാം. നമുക്കിതിപ്പോ അങ്ങോട്ടും കയറാൻ പറ്റുന്നില്ല, അകത്തുള്ള ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അഭിലാഷ് തന്നെ തിരക്കിനുള്ളിൽ നിൽക്കുകയാണ്. നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, നമുക്ക് അല്പസമയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ തിരക്ക് ഒരല്പം ഒന്ന് കുറഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ തന്നെ പ്രതികരണം തരാൻ കഴിയുമെന്ന് തോന്നുന്നു. ദിവിഷ്,
ശരി അഭിലാഷ്, വലിയ തിരക്കിലാണ് അവിടെ. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആവേശം, അവർക്കൊരു വലിയ നേതാവിനെ കിട്ടിയ ഒരു പ്രതീതിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിലും പ്രവർത്തകരിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തമായ രീതിയിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന്റെ വിജയസാധ്യതയെ കൂടുതൽ ബലപ്പെടുത്തുന്നു സന്ദീപ് വാര്യരുടെ വരവെന്നൊക്കെയാണ് കോൺഗ്രസ് ക്യാമ്പുകളൊക്കെ പ്രതീക്ഷിക്കുന്നത്.